ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഡെയിലി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മുടെ കുളിക്കാനുള്ള തലയിൽ എണ്ണയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അരി അടുപ്പത്താണ്, അതാണ് വിസിലടിക്കുന്നത്. അപ്പോൾ രാവിലെ അമ്മ മലപ്പുറം പോരിക്കുക എടുക്കാം. ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്കുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അമ്മ നാട്ടിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ പിരികം ത്രെഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ത്രെഡ് ചെയ്ത് വന്നിട്ട് കാണാം. ഓക്കെ. ഒരുപാടായിട്ട് ഞാൻ ത്രെഡൊന്നും ചെയ്യാറില്ലായിരുന്നു കേട്ടോ. അത് കാരണം തന്നെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഫേഷ്യൽ ഹെയർ ഉൾപ്പെടെ നമുക്ക് റിമൂവ് ആക്കാനുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബ്ലേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആരും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഫോണിലെ ക്യാമറ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കണ്ണും പോകും പിരികം പോകും എന്ന് ഓർത്തിട്ടാണ് ഞാൻ മിററിൽ നോക്കിയിട്ട് ചെയ്യണത് കേട്ടോ. പിന്നെ നമ്മുടെ ബ്യൂട്ടി പാർലറൊക്കെ പോയി ചെയ്യാൻ പറ്റും, പക്ഷെ ഞാൻ ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ സെൽഫായിട്ട് തന്നെയാണ് ത്രെഡ് ചെയ്യാറുള്ളത്. ഞാൻ ഈ ബ്യൂട്ടീഷ്യൻ ചെറുതായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. പണ്ട് ഞാൻ +1 +2 പഠിക്കുന്ന സമയത്ത് അസാപ്പിൻ്റെ കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അസാപ്പിൻ്റെ കോഴ്സിൽ ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ തന്നെ ത്രെഡിങ് ആയാലും പെഡിക്യൂറ്, മാനിക്യൂറ്, അതേപോലെ തന്നെ ഹെയർ കട്ടിങ്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ത്രെഡ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ. ഏകദേശം ശരിയാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ഇതുപോലെ ബ്ലേഡ് യൂസ് ആക്കുമ്പോഴാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ അനുകരിക്കരുത്. പിന്നെ മോയ്സ്ചറൈസർ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ സ്കിന്ന് ഡ്രൈ ആയി പോകും. കണ്ടോ, അത്യാവശ്യം ഹെയർ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫേഷ്യൽ ഹെയർ റിമൂവർ കിട്ടും കേട്ടോ. അത് വെച്ചിട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു പ്ലെയിൻ ഷീറ്റിലെടുത്ത് കാണിക്കാം കേട്ടോ. കണ്ടോ, അത്യാവശ്യം ഹെയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബ്ലേഡ് ഇതുപോലെ വെച്ചിട്ട് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് മീശയും താടി വരും എന്നൊക്കെ ഉള്ളത് മിത്തായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതൊന്നും യാഥാർത്ഥ്യമല്ല. പിന്നെ നമ്മളിത് ബ്ലേഡ് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ കോറാൻ ചാൻസ് ഉണ്ട്. എനിക്ക് എവിടേക്കോ നീറുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. അപ്പോൾ ഞാൻ ഏതായാലും കുളിച്ചിട്ട് വരാം. അങ്ങനെ അലക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തോരിടലാണ് എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. വീട്ടിലെ ജോലി പെട്ടെന്ന് തന്നെ തീരുട്ടാ. കാരണം ഞങ്ങളുടെ വീട്ടിൽ 2 പേരുള്ളൂ. അമ്മയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് സ്കൂളിൽ പോകുന്നതുകൊണ്ട് നമുക്ക് അധികം പരിപാടിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ തോരടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മുടെ മേക്കപ്പ് സെക്ഷനാണ് കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഒരു മോയ്സ്ചറൈസർ ഇടും, ഒരു ഐലൈനർ ഉണ്ടാവും, പിന്നെ ഒരു ലിപ് ബാമും ഉണ്ടാവും. അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ യൂസ് ആക്കുന്നത് പോൺസിൻ്റെ ആണ്. എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഈ മോയ്സ്ചറൈസർ ഭയങ്കര സൂട്ടബിൾ ആണ് കേട്ടോ. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കണ്ണൊക്കെ എഴുതാനേ ഉള്ളൂ. സാധാരണ സ്റ്റിക്കർ പൊട്ടാണ് ഞാൻ യൂസ് ആക്കാറുള്ളത്. പിന്നെ ഐലൈനർ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഐലൈനർ പൊട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. എങ്ങനെയുണ്ട് ഗേസ്, നല്ല രസമുണ്ടോ? ഇനിയിപ്പോൾ ഐലൈനർ എഴുതാൻ വേണ്ടി കണ്ണാടി പോയി എഴുതിയിട്ട് വരാം. പിന്നെ അങ്ങനെ എഴുതി കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഒന്ന് പിരികം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എൻ്റെ രണ്ട് ഷേപ്പായിട്ടുള്ളതാണ്. കുറച്ചിങ്ങനെ ഫില്ലിങ്സിൻ്റെ കുറവുണ്ട്. അതാണ് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ലിപ്സ്റ്റിക് ആയാലും ലിപ് ക്രയോൺ ആയാലും നമ്മൾ ഡയറക്റ്റ്ലി ലിപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് എൻ്റെ ലിപ്പിലാണെങ്കിൽ ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അതുകൊണ്ട് ലിപ് ബാമാണ് ഞാൻ യൂസ് ആക്കുന്നത്. വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഈ ലിപ്സ്റ്റിക് കൊണ്ടാണ് നടക്കത്തൊന്നുമില്ല കേട്ടോ. എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുന്ന സമയത്തൊക്കെ ഇടത്തുള്ളൂ കേട്ടോ. ഈ ഒരു ലിപ് ക്രയോണിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഇത് അത്യാവശ്യം നല്ലതാണ് കേട്ടോ. അങ്ങനെ മേക്കപ്പൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് രാവിലെ കഴിച്ചതിൻ്റെ ബാക്കി ചോക്ലേറ്റ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. എന്താണെന്ന് അറിയത്തില്ല, ഡയറി മിൽക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഏതെങ്കിലും 10 രൂപയുടെ എന്തെങ്കിലുമൊക്കെ ചെറുത് മേടിച്ച് വയ്ക്കും. അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് അങ്ങനെ കഴിക്കൂട്ടാ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും രാവിലെ ഭക്ഷണം കഴിക്കുന്നതൊന്നും കണ്ടില്ലല്ലോ എന്നുള്ളത്. ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കാറില്ല കേട്ടോ. രാവിലെയും ഉച്ചയും കൂടി കണക്കാക്കി ഒരു 12:30 ആകുന്ന സമയത്ത് ചോറ് എന്തെങ്കിലും എടുത്ത് കഴിക്കുകയോ ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ട പുഴുങ്ങിയിട്ട് വറുത്തിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്തെങ്കിലും കറി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ ലഞ്ചെന്ന് പറയുന്നത്. ലഞ്ചെന്ന് പറയാൻ പറ്റില്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കും കൂടി കൂട്ടിയിട്ടുള്ളൊരിതാണ് കേട്ടോ. പിന്നെ കിഡ്നി സ്റ്റോണിൻ്റെ പ്രോബ്ലം ഉള്ള കാരണം ഇപ്പോൾ ധാരാളം ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫിനിഷ് ആക്കിയതിന് ശേഷമാണ് ഇനി അടുത്ത പരിപാടീസ് ഉള്ളത്. വീട്ടിലിരിക്കുന്നത് വളരെ ബോറ് പരിപാടിയാണെങ്കിലും ഇരുന്ന് ഇപ്പോൾ എന്താ നടത്തില്ല, അത് ഭയങ്കര ശീലമായിട്ടുണ്ട്. പിന്നെ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ വൈകുന്നേരം സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പപ്പരങ്ങ ഉണ്ടായിരുന്നു. ആ പപ്പരങ്ങ ചെത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പപ്പരങ്ങ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ചെത്താൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ചെത്തി കഴിയുമ്പോഴേക്കും നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ടാവും.
അങ്ങനെ ഇന്ന് കട്ടൻ കാപ്പിയാണ് കേട്ടോ കുടിക്കാനുണ്ടായിരുന്നത്. അങ്ങനെ ഇതേ പപ്പരങ്ങയൊക്കെ ചെത്തി ഇതേ പ്ലേറ്റിലാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കട്ടൻ കാപ്പി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ചെന്നപ്പോൾ തോന്നി അമ്മേൻ്റെ കൂടെ നാട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു. പിന്നെ പിറ്റേ ദിവസം തന്നെ വരുമല്ലോ എന്ന് ഓർത്തപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ പോവാൻ ഞാൻ നന്നായി എന്നുള്ളത്. എനിക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ജനലിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ട്രെയിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജനലിൻ്റെ അപ്പുറത്ത് കൂടി നോക്കിക്കഴിഞ്ഞാൽ ട്രെയിനുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. കാണുന്നവർക്ക് ഭയങ്കര നല്ല രസമായിട്ടൊക്കെ തോന്നും, പക്ഷേ ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ. കാരണം ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ട്രെയിനിൻ്റെ ഒച്ചയൊക്കെ കേൾക്കുന്നത് തന്നെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അനിയത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അനിയത്തിനെ വിളിച്ചിട്ടുള്ളത്. അങ്ങനെ കുറച്ച് നേരം അനിയത്തിയായിട്ടും കുഞ്ഞുങ്ങളായിട്ടും സംസാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അകമൊക്കെ അടിച്ച് വാരിയിട്ട് നേരെ കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുളിച്ച് വന്നതിന് ശേഷം നമ്മളിതേ മോയ്സ്ചറൈസറാണ് കേട്ടോ യൂസ് ആക്കുന്നത്. പോൺസിൻ്റെ അത് പെട്ടിക്കകത്ത് ബേബി ക്രീമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. കാരണം അനിയത്തിൻ്റെ കുട്ടികൾ ആരെങ്കിലും കാണാൻ വരുന്ന സമയത്ത് അവരാരെങ്കിലും ബേബി ക്രീം അതേപോലെ തന്നെ സോപ്പൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അനിയത്തി കൂടുതലുണ്ടെങ്കിൽ എനിക്ക് തരാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇറന്ന് മേടിക്കാറുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബേബീൻ്റെ ഈ ക്രീമൊക്കെ യൂസ് ആക്കുന്നത്, കാരണം നല്ല സ്മെല്ലാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെഡിലിരുന്നിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ബെഡ് ഭയങ്കര അലമ്പായിരുന്നു. അതാരം ജസ്റ്റ് ഒന്ന് വിരിച്ചിടാനുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും ക്രാഫ്റ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഈ റൂമിൻ്റെ ഉള്ളിലായിരുന്നിട്ട് തന്നെ ചെയ്യാറുള്ളത്. അതുപോലെ വരയ്ക്കാനുണ്ടെങ്കിലും ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ. അത് കാരണം ഞാൻ ബെഡ്ഷീറ്റൊക്കെ മടക്കി ഒതുക്കിയൊക്കെ ഒന്ന് വെക്കുകയാണ്. രാത്രി ആയപ്പോൾ തന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയാണ് ഗൈസ്, കറണ്ടാണെങ്കിൽ പോവുകയും ചെയ്ത്. ഇവിടെ ആണെങ്കിൽ മെഴുകുതിരി നോക്കിയിട്ട് കാണുന്നുമില്ല, എൻ്റെ ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല. വീഡിയോസ് കുറേ എഡിറ്റ് ചെയ്യാനുള്ളത് കാരണം ഉച്ചയ്ക്ക് അങ്ങനെ ഇരുന്നതുകൊണ്ടും പിന്നെ അതേപോലെ വീഡിയോസ് കുറേ എടുത്തതുകൊണ്ടൊക്കെ നമ്മൾ ഫോൺ ഫുള്ള് യൂസ് ആക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം തന്നെ ചാർജ് ഇടാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മിക്കവാറും കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മുടെ ഫോൺ ഓഫ് ആകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഉള്ള വെട്ടത്തിൽ വേഗം ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നേരത്തെ തന്നെ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ വീഡിയോ ഒക്കെ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഏതായാലും ഇനിയിപ്പോൾ രാത്രി ഫോൺ സ്വിച്ച് ഓഫ് ആയത് കാരണം ഇനിയിപ്പോൾ അത് പരിപാടി നടക്കത്തുന്നില്ല. അപ്പോൾ വീട്ടിലാണെങ്കിൽ എവിടെയെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ എർത്തടിക്കും. മഴക്കാലത്ത് അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നേരെ വാതിലൊക്കെ ലോക്ക് ചെയ്ത് നമുക്ക് കിടന്നുറങ്ങാമെന്ന്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റ ബൈ, സീ യു, ലവ് യു, ടേക്ക് കെയർ, ബൈ.